വെൽഡ്യൂക്ക് സയൻസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് ലൈക്കും ഷെയറും തരണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് നാളായി കുറേ പേർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമി ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് പുകവലിയെ നിർത്തുന്നതെന്നും എന്താണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി വിശദമായിട്ട് ഒരു വീഡിയോ നൽകണമെന്ന് ഏറെക്കാലമായി ചിന്തിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ആദ്യമായി സ്മോക്കിംഗ് നിർത്തുക എന്നുള്ള ആ ശ്രമത്തിന്റെ ഭാഗമായി നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ആക്ടിവിറ്റി ആണെന്ന്. അത് നമുക്കെല്ലാവർക്കും അറിയാം എന്നല്ല, അതായത് പുകവലിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായി പുകവലിക്കുന്ന ഒരു 10 വർഷം, 5 വർഷം, 15 വർഷം, 20 വർഷം എല്ലാമായി പുകവലിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഒരു ബോറിംഗ് ആയ ആക്ടിവിറ്റിയാണ് എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് അതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ പുറത്തു വരാം, അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമി ജനങ്ങളെ ബോധവാന്മാരാക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് കിറ്റ് ചെയ്യണമെന്ന് നമ്മളിത് തീരുമാനിക്കുന്നത്? നമ്മളിത് തീരുമാനിക്കാനുള്ള പ്രധാന കാരണം നമ്മൾക്ക് ഗ്രാജുവലി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതായത് ഒരു 10 വർഷം, 15 വർഷം, 20 വർഷം എല്ലാം സിഗരറ്റ് വലിച്ചിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ വളരെ കാണാവുന്ന രീതിയിൽ തന്നെയുള്ള പ്രോബ്ലം അദ്ദേഹത്തിന് ഉണ്ടാവും. അദ്ദേഹത്തിന് നിരന്തരമായ ചുമയുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സ്റ്റെപ്പ് കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എപ്പോഴും അസിഡിറ്റി പ്രശ്നങ്ങളായിരിക്കും. അദ്ദേഹത്തിന് നെഞ്ഞെരിച്ചിൽ, അസിഡിറ്റി വിട്ടുമാറുകയില്ല. ഏത് സമയത്തും അത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഒക്കെ അദ്ദേഹത്തിന് അസിഡിറ്റി പ്രശ്നങ്ങൾ വളരെയധികം വിട്ടുമാറാതെ ഇരിക്കും. അങ്ങനെ ശാരീരികമായ പ്രശ്നങ്ങളാണ് പ്രധാനമായും പുകവലി കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് വലിയൊരു മികച്ച രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ അദ്ദേഹത്തിന് എനർജി വളരെയധികം ഡ്രെയിൻ ആയിരിക്കും. കാരണം ഒന്നിനോടും ഒരു എനർജി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എനർജി സ്കാറ്റേർഡ് ആയി പോവുക, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വലഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം തീരുമാനിക്കുന്നത്, എനിക്ക് ഇതിൽ നിന്നും പുറത്തു വരണം. പക്ഷെ അദ്ദേഹത്തിന് പുറത്തു വരാൻ സ്വയം സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അദ്ദേഹത്തിന്റെ വളരെയധികം ആഗ്രഹമാണ്, എനിക്ക് സിഗരറ്റ് വലി ഒന്ന് നിർത്തണം, മതിയായി. പിന്നെ അത് കൂടാതെ സിഗരറ്റിന്റെ വിലയും വളരെ ഒരു ഘടകമാണ്. കാരണം 2 രൂപ, 3 രൂപ, 5 രൂപ, 10 രൂപ ഉണ്ടായിരുന്ന സിഗരറ്റിന്റെ വില ഇപ്പോൾ ഒരു 25 രൂപയിലേക്ക് വരെ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന എക്കണോമിക് ലോസ്, അതായത് ഒരു 4 സിഗരറ്റ് വലിക്കണമെങ്കിൽ 100 രൂപ ചെലവാക്കണം. അപ്പൊ അത്രയും വലിയ പണനഷ്ടം കൂടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തി, എനിക്ക് സിഗരറ്റിൽ നിന്നും എനിക്ക് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് സിഗരറ്റ് നിർത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതും അദ്ദേഹം അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ അതിനുള്ള പ്രോബ്ലംസ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഹെൽത്ത് ലോസ്, അതായത് ആരോഗ്യപരമായ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് ചുമ, അതേപോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അദ്ദേഹം മിനിമം ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഡോക്ടറെ കാണണം. അതേപോലെ അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റി പ്രോബ്ലങ്ങൾ അദ്ദേഹത്തിന് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് വരും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. ഇനി ഇത് 50 വയസ്സിന് ശേഷവും അദ്ദേഹം നിർത്തുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആ, ശരീരത്തിന്റെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങുകയായി. കാരണം എല്ല് തേയ്മാനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേദനകൾ, ഓരോ ജോയിന്റ് വേദനകൾ, എല്ല് പൊടിയുന്ന പ്രവർത്തനങ്ങളിലേക്ക്. അങ്ങനെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു 50 ഇയർ കഴിയുന്നതോടുകൂടെ അദ്ദേഹത്തിന് ആരോഗ്യപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാഹചര്യം ഉടലെടുക്കുകയാണ്, അദ്ദേഹം സിഗരറ്റ് കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ. അതുപോലെ ധനനഷ്ടം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്ന് സിഗരറ്റിന് 25 രൂപ വരെ ഒരു സിഗരറ്റിന് വരുന്നുണ്ട്. അപ്പൊ അത്രയും സിഗരറ്റിന് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ വലിക്കുന്ന എണ്ണം അനുസരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പൈസ അദ്ദേഹത്തിന് നഷ്ടമുണ്ട്. ഒരു ദിവസം തന്നെ ഒരു പാക്കറ്റൊക്കെ വലിക്കുന്നവർക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 250 രൂപ വെച്ചിട്ട് ഒരു മാസം അദ്ദേഹം കൊടുക്കുകയാണെങ്കിൽ 7500 രൂപ വരെ അദ്ദേഹത്തിന് അതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം. അതുകൂടാതെ അദ്ദേഹത്തിന് കിട്ടുന്ന ദോഷകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ.
പിന്നെ അതുപോലെ എനർജി, കാരണം സിഗരറ്റ് വലിക്കുന്ന ഒരാൾ എപ്പോഴും സിഗരറ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ബ്രെയിൻ എപ്പോഴും സിഗരറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം സിഗരറ്റ് ഇല്ലാതെ അദ്ദേഹത്തിന് ഒരു ജീവിതമില്ല. ബ്രെയിനിന്റെ ബ്രെയിൻ കരുതിയിരിക്കുന്ന അദ്ദേഹത്തിന് സന്തോഷം എന്ന് പറയുന്ന സിഗരറ്റ് വലിക്കുകയാണ്. അതുകൊണ്ട് ബ്രെയിൻ കൂടുതൽ കൂടുതൽ സമയം അദ്ദേഹത്തിനോട് സിഗരറ്റ് വലിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് എനർജി നഷ്ടം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നിക്കോട്ടിൻ അദ്ദേഹത്തിന്റെ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്നും ഒന്ന് എണീച്ചു വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിനു വേണ്ടി ഒരുപാട് എനർജി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. പിന്നെ ഓരോ നേരം അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ, അത് കഴിഞ്ഞ് അദ്ദേഹം ട്രാവൽ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പല പല അവസരങ്ങളിൽ അദ്ദേഹം പുകവലിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ എനർജി വളരെയധികം കുറയുകയാണ്. അതേപോലെ ഫാമിലി ടൈം, അദ്ദേഹം ഫാമിലിയിൽ ചെന്നാലും അദ്ദേഹത്തിന് വീണ്ടും നിക്കോട്ടിൻ കുറയുമ്പോൾ അദ്ദേഹത്തിന് നിക്കോട്ടിൻ കൂടുതൽ വേണമല്ലോ എന്നുള്ള ഒരൊറ്റ ഘടകത്തിന്റെ പുറത്ത് അദ്ദേഹം ഫാമിലിയിൽ നിന്നും വേറെ പോയി ചിലപ്പോൾ സിഗരറ്റ് വലിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഫാമിലിയിലേക്ക് വരിക. അപ്പോൾ ഒരു ഫാമിലിയോടൊത്ത് നല്ല രീതിയിൽ ഒരു ഫുൾ ടൈം ആയിട്ട് ഫാമിലിയുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വർക്ക് ലോസ്, അതായത് അദ്ദേഹത്തിന്റെ കരിയറും മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ആദ്യം കരുതും എനിക്ക് ഫോക്കസ് ചെയ്യാൻ സിഗരറ്റ് വേണം എന്നുള്ളത്, എന്നാൽ ഫോക്കസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നീട് അനുഭവപ്പെടുക. അത് അദ്ദേഹത്തിന് വർക്ക് ലോസ്, കരിയർ ലോസ്, ഇതെല്ലാം അദ്ദേഹത്തെ കൊണ്ടു ചെന്നെത്തിക്കാൻ സിഗരറ്റിന് കഴിയുന്നുണ്ട്. പിന്നെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനർജി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കറൻസിയാണ്. അപ്പൊ സാധാരണഗതിയിൽ നമുക്കൊരു കറൻസി നോട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കുമോ എന്നതുപോലെ തന്നെയാണ് എനർജി കുറവാണെങ്കിൽ നമ്മുടെ ലൈഫും വളരെയധികം മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് നല്ല എനർജി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഹൈ ക്വാളിറ്റി ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മുടെ ലോ എനർജി ആണെങ്കിൽ നമുക്ക് ലോ ക്വാളിറ്റി ലൈഫ് ആയിരിക്കും നമുക്ക് നയിക്കാൻ കഴിയുക. അതുപോലെ തന്നെ നിക്കോട്ടിൻ എന്ന് പറയുന്നത് എനർജി എത്രത്തോളം കൊല്ലാൻ പറ്റുമോ അത്രത്തോളം എനർജിയെ കിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ എനർജിയെ നശിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫിസിക്കൽ എനർജി, മെന്റൽ എനർജി, ഇമോഷണൽ എനർജി, സ്പിരിച്വൽ എനർജി, ഇവയെല്ലാം അത് വളരെയധികം മോശമായി ബാധിക്കുന്നുണ്ട്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് പുകയിലയിൽ അടങ്ങിയിട്ടുള്ളതാണ്. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കലാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഇത് ഹെറോയിനേക്കാൾ അഡിക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഇതിൽ 7000-ഓളം കെമിക്കൽ കോമ്പൗണ്ടുകൾ ഒരു സിഗരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഒരു സിഗരറ്റിൽ വരുന്നത് നിക്കോട്ടിൻ 2 mg വരുന്നുണ്ട്, യൂറിയ വരുന്നുണ്ട്, ടാർ വരുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ്. ഇത്രയും കെമിക്കൽസ് ഒരു സിഗരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നത് തന്നെ ആരോഗ്യത്തിന് വളരെയധികം ദോഷമാണ്. കാരണം പല ആൾക്കാരും പല ടൈമിലും അവർ ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു സിഗരറ്റ് അല്ലേ വലിക്കുന്നത്, അത് എന്നെ അത്രത്തോളം ബാധിക്കുന്നില്ല. പക്ഷെ പോകെ 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 നമ്മൾ ഈ സ്ലോ പോയിസനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു തവണ സ്മോക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ബ്രെയിനിൽ എത്തിച്ചേരുകയും, അതേപോലെ ആ സമയത്ത് ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു സന്തോഷ ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ, അത് കൂടുതൽ ഡോപ്പാമിൻ റിലീസ് ചെയ്യുകയും അദ്ദേഹത്തിന് ഒരു ചെറിയ രീതിയിലുള്ള സന്തോഷം ലഭിക്കും എന്ന് തോന്നുകയും, എന്നാൽ അത് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമാണ് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ നിക്കോട്ടിൻ ബ്രെയിനിൽ എത്തിച്ചേർന്നതോടുകൂടെ ബ്രെയിനിന്റെ കൺട്രോൾ നിക്കോട്ടിൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഒരു ഡോപ്പാമിൻ സിസ്റ്റം അവിടെ മാറ്റി ഒരു നിക്കോട്ടിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റമാണ് പിന്നീട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നിക്കോട്ടിൻ സാധാരണഗതിയിൽ 50% നിക്കോട്ടിൻ ബോഡിയിൽ നിന്നും ഒഴിവാകുന്നുണ്ട്. അപ്പോൾ 50% കുറയുമ്പോൾ നിങ്ങൾക്ക് ലോ ഡോപ്പാമിൻ, അല്ലെങ്കിൽ നിക്കോട്ടിൻ കുറയുന്ന സമയത്ത് ലോ ഡോപ്പാമിൻ ആയിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കുറവ് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങൾക്ക് കുറച്ച് ഡിസ്കംഫർട്ട് തുടങ്ങിയിടും. അതാണ് നമുക്കൊരു അർജ് അല്ലെങ്കിൽ ക്രേവിംഗ് എന്നതൊക്കെ നമ്മൾ പറയുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെയാണ് ഇത്. കാരണം സിഗരറ്റ് നമ്മൾ കുറയുന്നതിനനുസരിച്ച്, അതായത് 50% നിക്കോട്ടിൻ 2 മണിക്കൂർ കൊണ്ട് കുറയുമ്പോൾ ആ നിക്കോട്ടിൻ വീണ്ടും റീഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടും. നമ്മളത് റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം ഒരു സന്തോഷം കിട്ടി എന്ന് നമ്മൾ കരുതും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു സന്തോഷവും നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. അതേപോലെ ഇതൊരു ഹാബിറ്റുമാണ്, എന്നാൽ ഇതൊരു ഡ്രഗ് അഡിക്ഷനും കൂടിയാണ്. അതാണ് പല ആൾക്കാരും പറയാറുണ്ട്, ഇതെന്റെ ഒരു ശീലം മാത്രമാണ്, ഏത് സമയം ഞാൻ വിചാരിച്ചാൽ നിർത്താൻ കഴിയുന്നുള്ളൂ. എന്നാൽ അവർക്കത് നിർത്താൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡ്രഗ് അഡിക്ഷനും കൂടിയാണ്. സാധാരണഗതിയിൽ ഒരു സ്മോക്കിംഗ് ലൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു സ്ട്രെസ് വന്നതായി തോന്നും, ഉടൻ തന്നെ നമ്മൾ സ്മോക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ചെറിയൊരു ടെമ്പർ റിലീഫ് കിട്ടിയ പോലെ തോന്നും. ഉടൻ അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും വീണ്ടും നിക്കോട്ടിൻ കുറയും. നിക്കോട്ടിൻ കുറയുമ്പോൾ നമുക്ക് വീണ്ടും സിഗരറ്റ് വലിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ സിഗരറ്റ് വലിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടിയതായി തോന്നും. വീണ്ടും നമുക്ക് സ്ട്രെസ് വരും. ഇങ്ങനെ ഇതാണ് ഒരു
ലൂപ്പായിട്ട് ഇത് പോകുന്നത്. നമ്മൾ ഇതെല്ലാം സാധാരണഗതിയിൽ നമ്മളുടെ ഒരു 16, 17, 18 അങ്ങനെയുള്ള ആ ഒരു 20 വയസ്സിന്റെ ഗ്യാപ്പിലാണ്, നമ്മൾ ഒന്നും അറിയാത്ത പ്രായത്തിലാണ് ഒരു വളരെയധികം ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മളുടെ സിനിമയിലൊക്കെ കാണുന്ന നമ്മുടെ താരരാജാക്കന്മാർ വളരെ സ്റ്റൈലിഷായി സിഗരറ്റൊക്കെ വലിക്കുന്നത് കണ്ടിട്ടുള്ള പ്രചോദനത്താൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ നിർബന്ധത്താൽ, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ നിർബന്ധത്താൽ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ നിർബന്ധത്താൽ, ഇങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വന്നു ചേരുന്നത്. അത് നമ്മളൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നാൽ ഇത് കുറെ കഴിയുന്നതോടുകൂടെ നിക്കോട്ടിന്റെ ഒരു ഡ്രഗ് അഡിക്ഷനും കൂടി ഉൾപ്പെടുന്നതോടുകൂടെ, അതുപോലെ ഇത് റിപ്പീറ്റായി ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഇതിൽ അഡിക്റ്റഡ് ആകി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അഡിക്റ്റഡ് ആകുന്നതോടുകൂടെ നിക്കോട്ടിൻ നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യുകയും പിന്നെ നിക്കോട്ടിൻ പറയുന്നതിനനുസരിച്ചായിരിക്കും ബ്രെയിൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും എന്തുകൊണ്ട് ഒരു സ്മോക്കിങ്ങിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല. ചില ആൾക്കാർ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്മോക്കിംഗ് നിർത്തും. ഒരു സുപ്രഭാതത്തിൽ അവർ സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും 2-3 ദിവസം കൊണ്ട് അവർ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവർ തിരിച്ചു വരുന്നു? അതിനൊരു ലോ തന്നെയുണ്ട്. അതായത് സ്മോക്ക് ചെയ്യുന്നതിന് ഒരു ലോ ഓഫ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൊമിനോ എഫക്റ്റ് എന്ന് പറയുന്നത് കാരണം കൊണ്ടാണ് അവർ തിരിച്ച് വീണ്ടും വരുന്നത്. കാരണം അവർ വലിയ വിൽ പവർ ഒക്കെ എടുത്തിട്ട് അവർ നിർത്താൻ ശ്രമിക്കും, പക്ഷെ അവർക്ക് നിർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നിർത്താൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലോ ഓഫ് സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കാരണമാണ് അവർക്ക് നിർത്തിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ലോ ഓഫ് സ്മോക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, 6 ദിവസം നമ്മൾ സിഗരറ്റ് വലിക്കാതിരിക്കുകയാണെങ്കിൽ നിക്കോട്ടിൻ റെസിപ്റ്റേഴ്സ് അല്ലെങ്കിൽ നിക്കോട്ടിൻ ഗ്രാഹികൾ അവിടെ ഇനാക്റ്റീവ് ആവുകയും, എന്നാൽ 6 ദിവസത്തിന് ശേഷം നമ്മൾ ഒരു സിഗരറ്റ് നമ്മൾ അല്ലെ ഒരു പഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നിക്കോട്ടിൻ സ്വീകരിക്കുന്ന ഗ്രാഹികൾ അവിടെ ആക്റ്റീവ് ആവുകയും ചെയ്യും. പിന്നീട് അവർ വീണ്ടും അർജും ക്രേവിങ്ങും ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് ഇത് നിർത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും എങ്ങനെയോ ഒരു ട്രിഗർ വന്ന് ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ പഴയ ലൂപ്പിലേക്ക് പോവുകയും പിന്നീട് അവർ മുമ്പ് വലിച്ചതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ വലിക്കുന്ന ഒരു അവസരത്തിലേക്ക് അവർ പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിഗരറ്റ് മതി, നമ്മൾ ഒന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരേ ഒരു സിഗരറ്റ് മതി നമ്മളെ വീണ്ടും അതിലേക്ക് അഡിക്റ്റഡ് ആക്കാൻ. ഒരു സിഗരറ്റ് നിങ്ങളെ ഒരു 1000 സിഗരറ്റിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ അർജി ക്രേവിംഗ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ക്രേവിംഗ് എന്ന് പറയുന്നത് നമ്മൾ സിഗരറ്റ് വലിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമാണ്. നമുക്ക് സിഗരറ്റ് വലിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിനാണ് ക്രേവിംഗ് എന്ന് പറയുന്നത്. അതുപോലെ അർജി എന്ന് പറയുന്നത് നമ്മൾ സിഗരറ്റ് നമ്മളുടെ ബ്രെയിനിൽ നിക്കോട്ടിൻ കുറവാണ് എന്ന് തോന്നുമ്പോൾ നിക്കോട്ടിൻ ചോദിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഇതൊരു ഫിസിക്കൽ ഫീലിംഗ് ആണ് അർജി എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് എല്ലാ സിഗരറ്റ് വലിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നതും അവർക്ക് ഈ ഒരു ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്തതും. കാരണം അവർക്ക് ഈ ക്രേവിംഗ് ആണ് പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ അർജാണ് പ്രധാന പ്രശ്നം. ഇന്ന് നിർത്തി കഴിഞ്ഞാൽ നാളെ അവർക്ക് ഈ സിഗരറ്റിനോടുള്ള ക്രേവിംഗ് കാരണം അതൊരു സൈക്കോളജിക്കലാണ് കൂടുതലായിട്ട് ഈ ക്രേവിംഗ് എന്ന് പറയുന്നത്. കാരണം തുടർച്ചയായി ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ അവർ സിഗരറ്റ് വലിച്ച് ബ്രെയിനിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു ന്യൂറൽ പാത്ത് അവർ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രേവിംഗിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ കഴിയാത്തത്. അതുപോലെ അർജി എന്ന് പറയുന്നതും ഇതേപോലെ നിക്കോട്ടിൻ തീരുന്ന സമയത്ത് വീണ്ടും നിക്കോട്ടിൻ ചോദിക്കുകയാണ്. 2 അവേഴ്സിനുള്ളിൽ നിക്കോട്ടിൻ പകുതിയായി കുറയും. അപ്പോഴും ബ്രെയിൻ നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം കൊണ്ട് നിങ്ങളോട് കൂടുതൽ കൂടുതൽ നിക്കോട്ടിൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ചോദിക്കുന്ന ഒരു റിമൈൻഡർ മാത്രമാണ് ഈ അർജി എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മിക്ക ആളുകൾക്കും ഈ ഒരു ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തത്. കാരണം നിക്കോട്ടിൻ ഓൾറെഡി നിങ്ങളുടെ ബ്രെയിൻ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സപ്പോസ് ഒരു മൊബൈലല്ല, നിങ്ങളുടെ ഒരു മൊബൈലിൽ വൈറസ് കയറി കഴിഞ്ഞാൽ പിന്നെ വൈറസ് പറയുന്ന പോലെയാണ് മൊബൈൽ വർക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഒരു നിക്കോട്ടിൻ തുടർച്ചയായി ഉപയോഗിച്ച് നിക്കോട്ടിൻ അഡിക്റ്റഡ് ആയ ഒരു വ്യക്തിക്ക് നിക്കോട്ടിൻ പറയുന്നതിനനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ബ്രെയിൻ പെരുമാറുന്നത്. നമുക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന പോലെയാണ് പെരുമാറുന്നത് എന്നല്ല, എന്നാൽ അതല്ല സത്യം. നിക്കോട്ടിൻ പറയുന്നതിനനുസരിച്ച് ബ്രെയിൻ പെരുമാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് ലീഗലൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് ഒരുപാട് റവന്യൂ തരുന്നതാണ് ഗവൺമെന്റിന്. ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. വില 40% ടാക്സ് ചുമത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് അഥവാ ബാൻ ചെയ്യുകയാണെങ്കിൽ, പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതൊന്ന് ബാൻ ചെയ്തുകൂടെ. പക്ഷെ ഇത് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഇത് വരും. അപ്പോൾ ഇത് നിലവിലുള്ളതിനേക്കാൾ വർസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സിഗരറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങളെ ചിലപ്പോൾ ആരോഗ്യം ഇതിനേക്കാൾ ഇത് കൂടുതൽ പ്രശ്നം തന്നെയാണ്, എന്നാൽ അതിനേക്കാൾ ചിലപ്പോൾ മാരകമായ വിഷാംശങ്ങളെല്ലാം നിറഞ്ഞിട്ടുള്ള സിഗരറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾക്ക്
നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം, നമുക്ക് ബിവറേജ് ഉണ്ട്. എന്തുകൊണ്ട് ബിവറേജുകൾ ഉണ്ട്? അതായത് അതിനു മുമ്പ് ഒരുപാട് തവണ കൃത്രിമമായ ആൽക്കഹോൾ എല്ലാം കഴിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിവറേജ് തുറന്ന് അത് കുഴപ്പമില്ലാത്ത മദ്യം, കുഴപ്പമില്ലാത്തത് മീൻസ് വിഷമില്ലാത്ത മദ്യം കൊടുക്കുക എന്ന, വ്യാജ മദ്യം കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ബിവറേജുകൾ ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെയാണ്, സപ്പോസ് ഇത് നിർത്തുകയാണെങ്കിൽ, പല ആൾക്കാരും എന്നോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ സിഗരറ്റ് ഗവൺമെന്റിനെ നിരോധിച്ചു കൂടെയെന്ന്. പക്ഷെ അത് നിരോധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നിരോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്രിമമായ ആ, സിഗരറ്റ് ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടും. അത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ മോശമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വരുമാനം കൂടിയാണ്. ഇനി നമ്മൾ നിക്കോട്ടിന്റെ ഒരു നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിക്കോട്ടിൻ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഗുണം നമുക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങളുടെ ധൈര്യം കൂടും. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇതുവരെ അറിയാത്ത ടേസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കും. അതേപോലെ നിങ്ങളുടെ സ്കിൻ, അതുപോലെ നിങ്ങളുടെ ലുക്ക്, ഇതെല്ലാം വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളെ കാണാൻ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രായക്കുറവ് വരും. നിങ്ങൾ ഇത് നിർത്തിയിട്ട് ഒരു 1 ഇയർ എല്ലാം നിങ്ങൾ നിർത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് ആകുമ്പോഴത്തേന് തന്നെ നിങ്ങളുടെ സ്കിന്നെല്ലാം വളരെയധികം നല്ല രീതിയിൽ ആ, മികച്ചതായി വരും. അതോടെ തന്നെ നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ നല്ല പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എനർജി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സിഗരറ്റ് കൊടുക്കുന്നതോടെ തന്നെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് വരികയാണ്. അവസാനം എൻഡപ്പ് ചെയ്യുന്നതും ഡ്രെയിൻ ചെയ്ത് എനർജി വളരെയധികം കുറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഒരു ദിവസം അവസാനിപ്പിക്കുന്നത് പോലും. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂ വളരെ കുറയും. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് കാണേണ്ട ഒരു ആവശ്യമേ നിങ്ങൾക്ക് വരില്ല. അതുപോലെ നല്ല മൂഡ്, റിലാക്സ് ആവും, സ്ട്രെസ് ആവും. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതമെല്ലാം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായി നമ്മൾ നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ 20 മിനിറ്റ് സിഗരറ്റ് നിർത്തി കഴിഞ്ഞ് ആദ്യത്തെ 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ നോർമൽ ആവും. അതേപോലെ തന്നെ അത് ഹാർട്ട് റേറ്റ് അതേപോലെ നോർമൽ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നിന്നും കാർബൺ മോണോക്സൈഡ് ലെവൽ വളരെ സ്റ്റേബിൾ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് റിസ്ക് കുറയുവാൻ വളരെയധികം ഉപകരിക്കും നിങ്ങൾ സ്മോക്കിംഗ് നിർത്തുകയാണെങ്കിൽ. അതായത് നിങ്ങൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസുകൾ നിങ്ങൾക്ക് ഒരു ഹാഫായിട്ട്, പകുതിയായിട്ട് കുറയും നിങ്ങൾക്ക് 1 ഇയർ കഴിയുമ്പോഴേക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഫെക്ഷൻസ്, ചെസ്റ്റിൽ ഉണ്ടാകുന്ന നിരന്തരമായ ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ ലിവർ വളരെ നന്നായി വർക്ക് ചെയ്യും. അത് ശരീരത്തിലെ എല്ലാ ഇൻഫ്ലമേഷനും മാറ്റി ലിവർ ഡീടോക്സിഫൈ ചെയ്യും. നല്ല രീതിയിൽ ലിവർ പ്രവർത്തിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം വളരെയധികം നന്നായിരിക്കും. അതുപോലെ തന്നെ ബ്രെയിൻ പവർ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് എന്തൊക്കെയാണ് ഗുണം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഫാമിലിക്ക് ഒന്ന്, നമുക്ക് കൂടുതൽ സമയം അവർക്ക് കൊടുക്കാൻ കഴിയും. മറ്റേ നമ്മൾ ഈ സിഗരറ്റ് കൊണ്ട് നമ്മൾ ഒന്നുകിൽ നമ്മുടെ എനർജി വളരെ ഡൗൺ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം സിഗരറ്റിന് തന്നെ നമ്മൾ ഒരു ദിവസം 2 മണിക്കൂറൊക്കെ നമ്മൾ അതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഫാമിലിക്ക് ഒരുപാട് സമയം കൊടുക്കാൻ പറ്റും. ഫ്രണ്ട്സിന്റെ കൂടെ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. കാരണം ഇതിന്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഇതിന്റെ ഒരു എനർജി കുറവും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുറ്റബോധം മറ്റുള്ള നോൺ സ്മോക്കേഴ്സിനോട് തോന്നുന്ന ആ, ആ ഒരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, മറ്റുള്ള സാഹചര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ കിഡ്സ്, നിങ്ങളുടെ കുട്ടികൾ, അതേ ഭാര്യ, ഇവരെയെല്ലാം മാറ്റി നിർത്തി നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കേണ്ട ഒരു ആവശ്യകത നിങ്ങൾക്ക് നിലവിലുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു സിഗരറ്റ് വലിക്കാത്ത ഒരു നോൺ സ്മോക്കറായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേരം അവരോട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോടൊത്ത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വായുനാറ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്ഷൽ ഹെൽത്ത് വളരെയധികം മികച്ചതാക്കാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്ലീപ്പ് ലഭിക്കും. ഏറ്റവും മികച്ച സ്ലീപ്പ്, ഉറക്കം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നിന്നും ഈ പോയിസൺ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബോഡി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരം ഹൈ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയും.
ഇന്ന് സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ക്വിറ്റിംഗ് മെത്തേഡ്സ് ആണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെ അഡ്വൈസ് പ്രഷർ, മറ്റുള്ളവരുടെ പ്രഷർ ഉപദേശത്താൽ നിർത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ്, അതായത് നിക്കോടെക്സ് പോലെയുള്ള ചൂയിങ്ങങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ സിഗരറ്റിന്റെ എണ്ണം കുറച്ച് കൊണ്ടുവരിക. പക്ഷെ ഇതൊന്നും ശാശ്വതമായ ഒരു മാർഗമല്ല. ഇതെല്ലാം കുറച്ച് ഹ്രസ്വകാലത്തേക്ക് ചിലപ്പോൾ നടന്നു എന്ന് വരും, പക്ഷെ ദീർഘകാലത്തേക്ക് ഇതൊന്നും ശരിയായില്ല. കാരണം നമ്മൾ സെൽഫ് കൺട്രോൾ നമ്മൾ എടുക്കുകയാണ്, അതായത് നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മൾ നിർത്തുകയാണെങ്കിൽ, നമ്മുടെ വിൽ പവർ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ രണ്ട് തരത്തിലുള്ള ഫൈറ്റ് നടക്കും. ഒന്ന്, ഇത് സിഗരറ്റ് നിർത്തണം എന്നുള്ള നിങ്ങളുടെ തീരുമാനം. രണ്ട്, ഇവിടെ ഓൾറെഡി നിക്കോട്ടിൻ അഡിക്റ്റ് ആണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും നിക്കോട്ടിൻ വേണം, നിക്കോട്ടിൻ വേണം എന്നുള്ള, അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ രണ്ട് തമ്മിലുള്ള ഫൈറ്റ് ഒരു 2-3 ദിവസം നിൽക്കും. 2-3 ദിവസത്തേക്ക് ഈ ഫൈറ്റ് മുന്നോട്ട് പോകും. പക്ഷെ അത് കഴിയുന്നതോടുകൂടെ എനിക്ക് നിക്കോട്ടിൻ വേണം എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ മാറുക. അതുപോലെ തന്നെ മറ്റുള്ളവർ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ദൂരമൊന്നും പോകില്ല. കാരണം ഈവൻ നിങ്ങൾ നാളെ മരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ പോലും പല ആൾക്കാർ അതിനുശേഷവും സിഗരറ്റ് വലിക്കുന്നുണ്ട്. കാരണം അവര് ആ ഒരു സിഗരറ്റിന്റെ ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് പുറത്തെത്തണമെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് മാത്രമേ അവർക്ക് പുറത്തു വരാൻ കഴിയുള്ളൂ. അപ്പൊ അതും പ്രാക്ടിക്കൽ അല്ല. പിന്നെ വരുന്നതാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ്. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ ഒരു പരിധിയുണ്ട്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സിഗരറ്റ് വലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മസുഖം, അല്ലെങ്കിൽ ആ ഒരു മാനസികപരമായി കിട്ടുന്ന ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കില്ല. ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കില്ല. അത് സംതൃപ്തി ലഭിക്കാത്തപ്പോഴേക്കും നിങ്ങൾ തിരിച്ച് സിഗരറ്റ് വലിയിലേക്ക് തന്നെ നിങ്ങൾ മൂവ് ചെയ്യും. പിന്നെ അത് കൂടാതെ ഈ അത് നിക്കോടെക്സ് എന്ന് പറയുന്ന ചൂയിങ്കം, അത് ഒരു നിക്കോട്ടിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ചൂയിങ്കാണ്. അതുകൊണ്ട് നിക്കോട്ടിന്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അതിലും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സിഗരറ്റിന്റെ എണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നതാണ് അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത്. എന്നാൽ സിഗരറ്റിന്റെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ ആഗ്രഹം വരിക. അപ്പൊ നമ്മൾ സിഗരറ്റ് വലി കുറയ്ക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പിന്നീട് ഇതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾ സിഗരറ്റ് വലിക്കുക. ഇതൊന്നും ഒരു ദീർഘകാലത്തേക്ക് പ്രായോഗികമായ ഒരു ടെക്നിക്ക് അല്ല ഇത്. അതിന് പുകവലി നിർത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പുകവലി എന്ന് പറയുന്നത് ഒരു 5% കെമിക്കൽ അഡിക്ഷനും അതേപോലെ തന്നെ 95% അതൊരു മാനസികമായ പ്രശ്നമാണ്. അപ്പൊ ഇത് രണ്ടിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സിഗരറ്റ് വലിയിൽ നിന്ന് നിർത്തൽ പ്രഖ്യാപിക്കാൻ കഴിയും. അല്ലാത്ത ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് സിഗരറ്റ് വലി നിർത്താൻ കഴിയില്ല. ഇനി എന്താണ് നമ്മുടെ വെൽഡ്യൂക്ക് സയൻസ് അക്കാദമി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്? അല്ലെങ്കിൽ വെൽഡ്യൂക്ക് സയൻസ് അക്കാദമിയിലൂടെ നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ സ്മോക്കിംഗ് നിർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമി ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു അസാധാരണമായ കഴിവാണ്. ഈ ബ്രെയിനിന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുകവലിയിൽ നിന്നും വിമുക്തരാകുന്നത്. അപ്പൊ ബ്രെയിനിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ബ്രെയിനിൽ ഉണ്ട്. ഇതിന്റെ കണക്ഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ ന്യൂറോ പാത്ത് അല്ലെ നാഡീപാതയിൽ കൂടിയാണ് നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ ബ്രെയിനിന്റെ ഈ ന്യൂറൽ കണക്ടിവിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു സ്മോക്കർ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ന്യൂറോ പാത്ത്, അതിൽ നിന്നാണ് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരാതിരിക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ ഇവിടെ ചെയ്യുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും, അതേപോലെ മെന്റൽ എക്സസൈസ് നിങ്ങൾക്ക് തരും. അതുപോലെ അങ്ങനെ നിങ്ങൾക്ക് ഈ സ്മോക്ക് ചെയ്യാനുള്ള ആഗ്രഹം കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളൊരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഒരു മണൽ, ഇവയെല്ലാം നിങ്ങൾ ഭക്ഷിക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കഴിക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്? മണൽ നമുക്ക് കഴിച്ചാൽ ദോഷമാണെന്ന് നമുക്കറിയാം. അത് നന്നായിട്ട് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ കാർഡ്ബോർഡ് ഇതും കഴിക്കാറില്ല. കാരണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ഇതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നുള്ളതും നമുക്ക് നഗ്ന സത്യമാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് കഴിക്കാത്തതും. ആ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ തന്നെ മാറ്റുകയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കഴിവ് ഉപയോഗിച്ചിട്ട് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമി ചെയ്യുന്നത്. അതായത് ഇവിടെ നടക്കുന്നത് ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. അതായത് ഒരു സ്മോക്കറിൽ നിന്നും ഒരു നോൺ സ്മോക്കറിലേക്കുള്ള ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതിന് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പരിശീലനങ്ങളാണ് തരുന്നത്.
വളരെ ഈസി ആയിട്ടുള്ള പരിശീലനങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു ന്യൂറോപാത്ത്, നിലവിലുള്ള സ്മോക്കർ എന്ന് പറയുന്ന ഒരു ന്യൂറൽ കണക്ഷൻസ് നിങ്ങൾക്ക് വർഷങ്ങളായി നിങ്ങളുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ ന്യൂറൽ പാത്തിനെ തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട്, അതായത് പരിശീലനങ്ങളിലൂടെ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു നോൺ സ്മോക്കറുടെ പാത അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു മാരത്തോൺ റണ്ണർ ആകണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം അയാൾ വളരെ കാഷ്വൽ ആയിട്ടാണ് അത് തുടങ്ങുക. അത് തുടങ്ങിയതിന് ശേഷം പിന്നെ അദ്ദേഹം അത് സീരിയസ് ആയിട്ട് എടുക്കുന്നതിനനുസരിച്ച് അദ്ദേഹം വളരെ ഡിസിപ്ലിനോടെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പുതിയ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് വരുന്നത്. അതോടുകൂടി അദ്ദേഹം കൂടുതൽ വീണ്ടും അതിനെ ട്രെയിൻ ചെയ്ത് റെഗുലറായിട്ട് ഭക്ഷണക്രമം കറക്റ്റായിട്ട് ചെയ്യുന്നു, അതേപോലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയ ഒരു മാരത്തോൺ റണ്ണർ ആകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു നോൺ സ്മോക്കർ എന്ന ആള് അദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന് പരിശീലനം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിശീലനം ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ പുതിയൊരു ന്യൂറൽ പാത്ത് സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു നോൺ സ്മോക്കർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ അക്കാഡമി നിങ്ങൾക്ക് തരുന്നത്. ഇതോടുകൂടെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാനുള്ള ആ ഒരു താല്പര്യം നിങ്ങൾക്ക് ഇല്ലാതെയാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അതായത് ആ സ്മോക്ക് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മാറും. ഇത് നിങ്ങളെ സിഗരറ്റിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതാക്കാനുള്ള ട്രെയിനിങ്ങും നിങ്ങൾക്ക് നൽകും. അതോടുകൂടെ നിങ്ങൾക്ക് സ്മോക്കിങ്ങിനെ കുറിച്ചുള്ള ബിലീഫ് തന്നെ നിങ്ങൾക്ക് മാറും. അതായത് നിങ്ങൾക്കൊരു ബിലീഫ് ഉണ്ട്, സ്മോക്കിംഗ് എനിക്ക് സ്ട്രെസ്സിന് റിലീഫ് തരുന്നു, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരുന്നു, ഓക്കെ ഞാൻ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ ഓൾറെഡി ഫയലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫയലിനെ എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടാണ് പുതിയൊരു പാത ക്രിയേറ്റ് ചെയ്യുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് ഈ പറയുന്ന സിഗരറ്റ് വലിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സിഗരറ്റ് വലി നിർത്തുക എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് നിർത്തുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെ തന്നെ ഒരു ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പുതിയൊരു ലൈഫാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, പുതിയ ശീലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഒരു മികച്ച ഒരു ലൈഫാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, മികച്ച എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡ്രൈവിൽ നിങ്ങൾക്ക് വരുന്നത് ഒരു 8 സെഷനുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാമാണിത്. നിങ്ങൾക്കിത് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്കിത് ലഭിക്കുക. ഈ 8 സെഷന് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഈ 8 ക്ലാസ്സുകൾ നിങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടെ, ഇതിലുള്ള പരിശീലനം കൂടി പൂർത്തിയാക്കുന്നതോടെ തീർച്ചയായിട്ടും നിങ്ങൾ റിയലൈസ് ചെയ്യും, സ്മോക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒന്നും തരുന്നില്ല, എനിക്ക് പ്രോബ്ലങ്ങൾ മാത്രമേ ഈ സ്മോക്കിംഗ് എനിക്ക് തന്നിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഈ പുകവലി നിർത്തുന്നതോടുകൂടെ എനിക്കൊരു പുതിയ ലൈഫ് തരികയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ പുതിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സ്മോക്കിംഗ് എനിക്ക് ഒരു ഗുണവും തരുന്നില്ല നിങ്ങൾ 100% നിങ്ങൾ മനസ്സിലാക്കും. സ്മോക്കിംഗ് എൻ്റെ ലൈഫിനെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്, ആരോഗ്യപരമായും മാനസികപരമായിട്ടും അതേപോലെ ആത്മീയപരമായിട്ടും എന്നെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യും. അതുപോലെ തന്നെ സ്മോക്കിംഗ് എനിക്ക് ഒരു തരത്തിലുള്ള പരിഹാരവും ഇന്നുവരെ തന്നിട്ടില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു അൺവാണ്ടഡ് ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ബോറിംഗ് ആക്ടിവിറ്റിയാണെന്ന് നമ്മൾ കണ്ടെത്തിയതാണ്. ഇത് ഒരു അൺവാണ്ടഡ് ആക്ടിവിറ്റിയാണ്, എനിക്ക് ഈസി ആയിട്ട് നിർത്താൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമിയിലൂടെ ക്വിറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ സ്മോക്കിംഗ് നിർത്തണമെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോയിൽ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അക്കാദമിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.